ഓക്കെ, ശ്രീ ബി എൻ ഹസ്കർ, അങ്ങനെ കേരളത്തിന് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ മേഖലകൾ തുറന്നിടുകയാണ്. ഒന്ന്, മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് ഹോം സ്റ്റേ ആണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ഹോം സ്റ്റേകളുണ്ട്. ഇതൊക്കെ വലിയ ഉണർവ് നൽകുന്ന വിധത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന് ടാപ്പ് ചെയ്യാം ഒട്ടേറെ മേഖലകളിൽ. നിലുവ, ഒന്നാമത് അതിന് ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് എയിംസ് ബഡ്ജറ്റിലൂടെ എല്ലാം പ്രഖ്യാപിക്കപ്പെടുക എന്ന അർത്ഥത്തിൽ തെറ്റിദ്ധാരണാജനകമായി BJP സംസ്ഥാന അധ്യക്ഷനും അങ്ങും അടക്കം ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. കാരണം മുൻകാല ബഡ്ജറ്റുകൾ പരിശോധിച്ചാൽ എയിംസിന്റെ പ്രഖ്യാപനങ്ങൾ പലപ്പോഴും ബഡ്ജറ്റിലൂടെ തന്നെയാണ്. മാത്രമല്ല, വിദ്യാഭ്യാസം നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇപ്പൊ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് അതിലെ കണക്കുകളെ വെച്ചുകൊണ്ടാണ്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് പെർഫോമൻസ് പരിശോധിച്ചു. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് പെർഫോമൻസിൽ 550 കോടി രൂപ അലോക്കേറ്റ് ചെയ്തിരുന്ന ആ മേഖലയിൽ ഏകദേശം 30% മാത്രമേ ചെലവാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല, അങ്ങനെ നിരവധി മേഖലകൾ വിദ്യാഭ്യാസ നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് അലോക്കേറ്റ് ചെയ്ത ഫണ്ടിന്റെ 28% മാത്രമേ ചെലവാക്കിയിട്ടുള്ളൂ. അതിൽ നിന്ന് എന്തുകൊണ്ടെന്നാൽ ഇപ്പോ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ധനകമ്മി 4.9 നിന്ന് 3% കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ഊന്നിക്കൊണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നില്ല എന്ന ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ രേഖ കൂടിയാണ് ഈ ബഡ്ജറ്റ്. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോ മുദ്രാ ലോണുകൾ കൊടുക്കുന്നു. കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നതിനും ആ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം വെക്കേണ്ടത് ആണല്ലോ ബഡ്ജറ്റ് രേഖ. എന്തുകൊണ്ട് അത് ചെയ്തില്ല? കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും വലിയ സാധ്യത ഉണ്ടായിരുന്ന എയിംസ്, മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയിൽ മറ്റൊരു IIT, ഈ കേരളത്തിൽ ഇന്ത്യ ഒട്ടാകെ IIT-കൾ തുടങ്ങുന്നു എന്നാണല്ലോ അവകാശപ്പെടുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ ഒരു IIT-ക്കുള്ള പ്രപ്പോസൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു IIT-ക്കുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നില്ല? പാലക്കാട് IIT-ക്ക് ഫണ്ട് വകവെച്ചിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു IIT-യുടെ സാധ്യതകൾ കൂടിയുണ്ട്. ഈ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ വർഷം പ്രഖ്യാപിക്കപ്പെട്ട തുകയുടെ എത്ര ശതമാനം എക്സ്പെൻഡിച്ചർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് ചോദ്യം. ഇപ്പോ പോലും നാം ലോക രാജ്യങ്ങളുമായി 2047 വികസിത രാജ്യമായി മാറുമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നമ്മുടെ GDP 8% ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്ന അർത്ഥത്തിലാണ് ഇപ്പൊ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം അത് ഫലപ്രദമാകും എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബീഹാറിലെയും അതുപോലെ ഡൽഹിയിലെയും ജനങ്ങളെ പറ്റിക്കുന്നതിനു വേണ്ടി അവരെ ചായം പൂശി അവർക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. ഫലത്തിൽ ഇൻകം ടാക്സിന്റെ റിബേറ്റുകളുടെ കാര്യത്തിൽ ഡയറക്ട് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് കഴിഞ്ഞ സാമ്പത്തിക വർഷം 11.25 ലക്ഷം കോടി രൂപ ഇൻകം ടാക്സിൽ നിന്ന് കിട്ടിയെങ്കിൽ 9.11 ലക്ഷം കോടി രൂപ മാത്രമാണ് കോർപ്പറേറ്റ് മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ട് കോർപ്പറേറ്റ് മേഖലയിൽ ടാക്സുകൾ വർദ്ധിപ്പിക്കുന്നില്ല എന്ന പരമപ്രധാനമായ ചോദ്യമില്ലേ? പ്രത്യക്ഷ നികുതി അല്ലാതിരുന്നിട്ടും GST ഇനത്തിൽ 20.85 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റിന് ലഭിച്ചിട്ടുള്ളത്. ആ അശാസ്ത്രീയമായ GST സംവിധാനത്തെ പുനഃപരിശോധിച്ചുകൊണ്ട് സംസ്ഥാന സംഘങ്ങൾക്ക് ലഭിക്കേണ്ട GST നഷ്ടപരിഹാരം അധികമായി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു തീരുമാനം കൂടി എടുക്കേണ്ടതായിരുന്നില്ല ഈ ബഡ്ജറ്റ്. ഇത്തരം രാഷ്ട്രീയ വിമർശനങ്ങൾ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചുണ്ട്. ആ വിമർശനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഇപ്പൊ മുദ്രാ ലോൺ 20 ലക്ഷം രൂപ പരിധിയേക്ക്, നല്ല കാര്യം. അതുപോലെ തന്നെ ഹോം സ്റ്റേകൾക്ക് മുദ്രാ ലോൺ നൽകുന്നതിനുള്ള വ്യവസ്ഥ വരുന്നു, അതും നല്ല കാര്യം തന്നെയാണ്. നല്ല കാര്യങ്ങൾ നല്ലതുപോലെ തന്നെ നല്ല കാര്യം തന്നെ പറയാനുള്ളൂ. പക്ഷെ കേരളത്തിലെ മുഴുവൻ വീടുകളും ഹോം സ്റ്റേകളായി മാറും എന്ന് കരുതിക്കൊണ്ടാണോ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്? തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദ്ധതി ഈ അങ്ങനെ വിഭാവനം ചെയ്തുകൊണ്ടാണോ സംസ്ഥാന ടൂറിസം വകുപ്പും ഇത്തരത്തിൽ ഹോം സ്റ്റേകൾക്കൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നത്? അത് വളരെ ബാലിശമായ ഒരു വിലയിരുത്തലല്ലേ? അങ്ങനല്ല. കേരളത്തിന്റെ ടൂറിസം വികസനത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ ടൂറിസത്തിന് നിർണായകമായ പങ്ക് വഹിക്കാൻ ഒരു സംശയമുണ്ട്. ആ നിർണായകമായ പങ്ക് വഹിക്കുന്ന മേഖല എന്ന നിലയിൽ ടൂറിസം രംഗത്ത് വരുന്ന ഏതൊരു ചെറിയ മാറ്റത്തെയും അഭിനന്ദനാർഹമായി തന്നെ നമുക്ക് കാണാൻ കഴിയണം. അതുതന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും വീക്ഷണകോണം. അതുതന്നെയാണ് കേരളത്തിൽ. അതിൽ BJP അടക്കം മറ്റൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ഇടതു വലതു
പാർട്ടികൾക്കും അതുപോലെ BJPക്കും ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായം തന്നെ. നമുക്ക് മറ്റൊരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു വസ്തുത നിങ്ങൾ നിരത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഫിഷറീസ് രംഗത്ത് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള തുക കൊണ്ട് കേരളത്തിലെ ഫിഷറീസ് രംഗത്ത് വലിയ പ്രകമ്പനം സൃഷ്ടിക്കാൻ പോകുന്നു. കഴിഞ്ഞ വർഷം അലോക്കേറ്റ് ചെയ്ത തുകയുടെ 34.5% മാത്രമേ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളൂ. ഫിഷറി 2500 ചില്ലുവാനം കോടി രൂപ കഴിഞ്ഞ വർഷം ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അതിന്റെ ഈ 34.5% ആണ് ആവറേജിൽ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളത്. അപ്പൊ അത് പ്രഖ്യാപനം നടത്തുന്നത് കൊണ്ട് മാത്രം കേരളത്തിന് ഇത് എത്രത്തോളം ഗുണകരം, പ്രത്യക്ഷത്തിൽ കേരളത്തിന് ഗുണകരമാകുന്ന സാധ്യതകൾ ഉണ്ടായിരുന്നത് ഏറ്റവും പരമപ്രധാനമായ